വണ്ടി കയറ്. ദയവ് ചെയ്ത് അങ്ങാടി വെച്ചനെ അപമാനിക്കരുത്. എന്തോ വേണ്ട, ഒരു നല്ല ജോത്സ്യനെ കണ്ട് നാളും മുഹൂർത്തവും കുറിച്ച് നല്ലൊരു സ്ഥലവും തീരുമാനിച്ചാവാം കാവുംപുറത്ത് അരവിന്ദൻ തമ്പുരാനെ അപമാനിക്കൽ ചടങ്ങ്. എന്തേ ഞാൻ എന്നെ നിർത്ത് സമയം കളയാതെ മോൻ വണ്ടി കയറ്. മോനെ മോനെന്നേ ഞാൻ ആരെയും വിളിക്കാറുള്ളൂ. എന്താന്നറിയോ, പകുതി മാറ്റി വെക്കുന്നതാ. സമയം വരുമ്പോ കൂട്ടി വിളിക്കാൻ നായിന്റെ മോനെന്ന്. വണ്ടി കയറാൻ നായിന്റെ മോനെ. പവിത്ര കേറ്റിക്കോ, എടുത്തോ. ഞാൻ വരില്ല. എന്റെ വീട്ടിലുള്ളവരൊക്കെ മോൻ ഉള്ളിടത്ത് വരും. വാങ്ങിയിട്ടുണ്ട്. വിശംബരന്റെ കയ്യിൽ നിന്ന് പലിശയ്ക്ക് അരിവന്തം കാശ് വാങ്ങിയിട്ടുണ്ട്. അരിവന്തം മാത്രല്ല, ഈ നാട്ടിൽ ഒരുവിധപ്പെട്ടവരൊക്കെ ബ്ലേഡുകാരന്റെ കാലിന്റെ ചോട്ടിൽ തല കൊണ്ട് വെച്ചിട്ടുണ്ട്. അറിയോ, പാവപ്പെട്ടവൻ എപ്പോഴാ ബ്ലേഡുകാരന്റെ കയ്യിൽ നിന്ന് കൊള്ള പലിശയ്ക്ക് കാശ് വാങ്ങണേന്ന്? യാതൊരു ഗതിയില്ലാണ്ടാവുമ്പോ, വിൽക്കാനും പണയം വെക്കാനും ഒന്നില്ലാതാവുമ്പോ, സഹായിക്കാൻ ഈ ലോകത്ത് ആരില്ലാതാവുമ്പോ, അപ്പൊ തന്നെ ഉറപ്പല്ലേ ആ കാശ് മടക്കി കിട്ടില്ലെന്ന്? തരണ്ടെന്ന് വിചാരിച്ചിട്ടല്ല, തിരിച്ചു തരാൻ യാതൊരു ഗതിയില്ലാഞ്ഞിട്ടാ. ന്യായം പറയുന്ന നായിന്റെ മോനെ. ഞാൻ എന്താ ഇത്? തല്ലിക്കൊന്ന് തൊലി ഒരു ചിറച്ചു തൂക്കി വിറ്റാ കാശ് കിട്ടാൻ ഇവൻ മാടൊന്നുമല്ലല്ലോ, മനുഷ്യനല്ലേ. തല്ലരുത്. വേണ്ട, നിങ്ങൾ ഏറ്റാ മതി. ഞാൻ എവിടെ എപ്പ വരണം കാശിന്? ഏറ്റോ ഏറ്റോന്ന്. ഇനി അരവിന്ദൻ ആരെങ്കിലും സ്വന്തക്കാരോ ബന്ധക്കാരോ ഉണ്ടെ കേൾക്കാൻ വേണ്ടി പറയാ. ഈ നിമിഷം തൊട്ട് 24 മണിക്കൂർ സമയം നായിന്റെ മോന് ഞാൻ കൊടുക്കും. അതിനിടയ്ക്ക് എന്റെ കാശ് കൊണ്ടെത്തരാനുള്ള വഴി കണ്ടെത്തിയില്ലെങ്കിൽ 24 മണിക്കൂറിൽ ഈ അരവിന്ദനുള്ളടുത്ത് വിശംബരം വന്നിരിക്കും. ഒരു നടക്കവനെ കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിൽ കഷ്ണങ്ങളായി കൊണ്ടുപോകാൻ ഞാൻ. ഏതെങ്കിലും ഒരു മോനെ ഏക്കാനുണ്ടോടാ? ഉണ്ടോന്ന് വാടാ പൗത്ര, ബാക്കി നാളെ ആവാൻ കളി. അവൻ തരുമോ ഞാനൊന്ന് നോക്കട്ടെ. അരവിന്ദ, കല്ലും മണ്ണുള്ള റേഷനരി ഞാൻ നാട്ടുകാരെ കുറെ തീറ്റിച്ചതല്ലേ. ഒടുവിൽ എനിക്കിപ്പതേ വിശംബരന്റെ വക ഇഷ്ടംപോലെ കല്ലും മണ്ണുള്ള കഞ്ഞിക്കുള്ള അരി. ദൂരെ എവിടേക്കും അല്ല, മനസ്സുകൊണ്ട് ഇവിടം വിട്ടു പോണൂല്ല. ഒന്നങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്നാല് എന്തെങ്കിലും ഒരു പണി നോക്കാലോ. എവിടെയെങ്കിലും പോയി എങ്ങനെയെങ്കിലും കഴിയാൻ എന്ത് ധൈര്യത്തിലാ ഞാൻ പറഞ്ഞേക്കാം. ഉരുകി ഉരുകി കാത്തിരിക്കാൻ നീ ഉണ്ടെങ്കിൽ ഏത് കടലിൽ നീന്തി കയറി വരും ഞാൻ. ഇത് കയ്യിൽ വെച്ചോളൂ. വേണ്ട, ആകെയുള്ളൊരു താലിമാല, അതും കൂടെ ഞാൻ. വേണ്ട, അതിവിടെ ഇരിക്കട്ടെ. അതീ തൊട്ട് നീ വിളിച്ചാൽ എനിക്ക് കേൾക്കാം എവിടെയായാലും. അമ്മയോട് ഒന്നും പറയണ്ട, ഉറങ്ങിക്കോട്ടെ. ഒന്നിനും കൊള്ളാത്ത മോൻ എങ്ങോട്ടോ പുറപ്പെട്ടു പോയി, അത്രേ ഉള്ളൂ. ഈ കണ്ണീര് എനിക്ക് തന്നയക്കില്ല മോളെ. നിന്റെ ഒരു ചിരി, അതെനിക്ക് വേണ്ടത്. ആ വെളിച്ചത്തിൽ ഇറങ്ങി നടന്നോളാം ഞാൻ. இனிமே எல்லாரும் இங்கதான் தங்க போறோம். கீழே இறங்க. இறங்கு இறங்கு இறங்கு. யாரா? ஏ சாமான் இருக்கு. ஏய் சாமான்லாம் இறக்குடா. அடுப்பு பத்த வைங்க. போ போ. போ போ. அம்மா வணக்கம்மா. உங்க பையன் ஏமாத்துறது எல்லாம் இவங்க காசு. உங்க பையனை ஊரை விட்டு ஓடிட்டான். அதனால இனிமே இங்கதான் தங்குவாங்க. டேய் எப்ப போறோம் பாருடா. പൈസ കിട്ടിയാ മാത്രമേ പോളൂ, മനസ്സിലായോ? ஆமா. டேய் பாட்டு ரெடியா? റെഡി. അയ്യോ എന്താ എന്താ അയ്യോ
அம்மா தங்கச்சி ஒரு கிளாஸ் கொஞ்சம் தண்ணி கொண்டா. ஏய் முட்டை விட. என்ன பாக்குற? தண்ணி கேட்டா கொடுக்க மாட்டியா? உன் புருஷனுக்கு துட்டு கொடுத்தது நானு. நீங்க ஒண்ணும் தர வேணாம், எனக்கு திராவ அடிச்சு பழக்கம். எழுதாக்கடா, எழுதாக்க. என்னது? நீங்க யாரு? இந்த அப்பா ഉസ്മാനെ, ഗോപി, ഗണേശ എല്ലാത്തിനും തൂത്തുവാരി വണ്ടിക്കാരടാ. എടാ, അന്തസ്സായിട്ട് ജീവിക്കുന്ന കുടുംബമാണായത്. ഒരു ജന്മം മുഴുവൻ നന്മ മാത്രം ചെയ്ത് ജീവിച്ചു മരിച്ച ഒരു നല്ല മനുഷ്യന്റെ അസ്തിത്വയാണ് നീ കലക്ഷണമാക്കി മാറ്റിയത്. നിന്നെ ഞാൻ ஐயா, உங்களுக்கு தெரியாது. அரவிந்த பணம் வந்து இவங்க பணம். നിർത്തടാ. ആരാണ് എന്നോട് പണം മേടിച്ചത്? அரவிந்த. അവൻ ഇവിടെ ഇല്ല. പാവപ്പെട്ട രണ്ട് പെണ്ണുങ്ങളാ ഇവിടെ ഉള്ളത്. അവർ നിന്നോട് പണം മേടിച്ചോ? എന്നാ ഒരു നിമിഷം ഇവിടെ നിന്ന് പോകരുത്. പോ, ചട്ടി പട്ടി കൊട്ടയെല്ലാം എടുത്തിട്ട് ഓടിക്കോ. நான் பாத்துறேன். எங்க பிளாக் செக் இருக்கு, அத போட்டு நான் போய் ஒரு வழி பண்ணிடுறேன். டேய் ஏறுங்கடா, ஏறுங்கடா. അമ്മ അമ്മ കണ്ണു തുറക്കുന്നില്ല. ഒന്നുമില്ല. കാണാത്തൊക്കെ കണ്ടതല്ലേ, കേൾക്കാത്തൊക്കെ കേട്ടതല്ലേ. പേടിച്ചതാവും പാവം. ഒന്ന് വീശി കൊടുത്തോളൂ, ഒക്കെ ശരിയാവും. ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, മോള് പേടിക്കണ്ട. അമ്മേ, അമ്മേ. അമ്മേ, എന്താ ഉണ്ടായേ? വലത് കൈക്കും കാലിനും ഒരു തരിപ്പ് പോലെ. അധികം എന്തെങ്കിലും കണ്ടാൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. ടൗണിൽ നല്ല ഡോക്ടർമാരുണ്ട്, ബാബുട്ടന്റെ പരിചയക്കാര്. കണ്ട തെണ്ടിപ്പറക്കളൊക്കെ കയറി വന്ന് ഈ ഉമ്മർത്ത് തോന്നിയാസം കാണിക്കേ. ഞങ്ങളുടെ അമ്മയ്ക്ക് വന്നൊരു ഗതി, എന്റെ ഏട്ടന്റെ ഒരു തലയിലെഴുത്ത്. നീ ഒന്ന് നാവെടുക്കുന്നുണ്ടോ? ഓ, ഈ ബ്ലേഡ് വ്യവസായത്തെ കുറിച്ച് ഞാൻ ഈയിടെ ഒരു ഫീച്ചർ വായിച്ചു. കഴിഞ്ഞ വർഷം കേരളത്തിൽ മാത്രം ബ്ലേഡിൽ പെട്ടുപോയ 3000-ഓളം ആൾക്കാർ ആത്മഹത്യ ചെയ്തുത്രേ. പിന്നെ ഇപ്പൊ സർവ്വസാധാരണമായിട്ടുള്ള കുടുംബങ്ങളുടെ കൂട്ടാത്മഹത്യകൾ. അതിന് പിന്നിലും ബ്ലേഡും പലിശയുമാണ്. ഓഹോ, നാട് വിട്ടു പോകുന്നവർക്ക് കയ്യും കണക്കില്ല. ഈ പോകുന്നവരെ കുറിച്ചൊന്നും ഒരു വിവരമില്ല. ശരി. പലരും എവിടെയൊക്കെയോ അജ്ഞാത ശവങ്ങളാവുക. ഇപ്പോ നമ്മുടെ അരവിന്ദനെ പോലെ ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാനാ? അതെ അതെ. അമ്മേ, ചൂടുള്ള എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നുന്നുണ്ടോ? വേണ്ട മോളെ. ആ കാറുണ്ടല്ലോ, അമ്മയെ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോവല്ലേ ബാബുട്ടാ? അവിടെ ആവുമ്പോ ടൗണിന്റെ ഒരു ബഹളം, അമ്മയുടെ ഒരു കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുകൂടി. ഐ മീൻ പീസ് ഓഫ് മൈൻഡ്. ആ, എന്നാ പിന്നെ രമണീച്ചരവിടെ? അവിടെ ആവുമ്പോ നല്ല കൊയറ്റ. ഓക്കെ, ബട്ട് ഈ അറ്റ്മോസ്ഫിയർ ചേഞ്ച് ആയ തന്നെ ഇത്തരം രോഗങ്ങൾ കുറയും, കൂടും. ഞാൻ ഈയിടെ തളർവാദത്തെ കുറിച്ച് ഒരു ഫീച്ചർ വായിച്ചു. ഓഹോ, അതും വായിച്ചോ? എനിക്കിവിടെ ഒരു വിഷമവും ഇല്ല. ഞാൻ എവിടേക്കും വരണില്ല. എന്റെ കുട്ടി ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. എന്നെങ്കിലും തിരിച്ചു കയറി വരുമ്പോ ഞാൻ ഉണ്ടാവണം അവിടെ. അമ്മ ഇവിടെ ഒറ്റയ്ക്ക് നമുക്കെല്ലാവർക്കും കൂടി 2 ദിവസം ഇവിടെ നിന്നിട്ട് പോയാൽ? പണിക്കാരുള്ളതല്ലേ, നമ്മൾ അവിടെ ഇല്ലെങ്കിൽ. അപ്പൊ എനിക്കാണെങ്കിൽ നിലത്ത് നിൽക്കാനുള്ള നേരമില്ല. ഉഷ അവിടെ ഇല്ലെങ്കിൽ പറയും വേണ്ട, പിന്നെ മോളും. ആരും ബുദ്ധിമുട്ടണ്ട. ഞാനിവിടെ ഒറ്റയ്ക്കാവില്ല. ഒരൊറ്റ രാത്രി കൊണ്ട് ഒന്ന് ഞാൻ അറിഞ്ഞു. ഇവളുണ്ട് എനിക്ക്. ഇവളുണ്ടാവുമെന്നും ഉറപ്പാ. മരുന്നിന്റെ ആവും ക്ഷീണം അല്ലേ? ഉറങ്ങിക്കോട്ടെ. വന്ന് നേരെ അകത്ത് കയറിയിരുന്നത് ശരിയായില്ല എന്ന് തോന്നുന്നുണ്ടോ? വിശ്വംഭരന്റെ പണത്തിന് കയറാവുന്നിടത്തൊക്കെ വിശ്വംഭരനും വന്ന് കയറാം. എന്തേ? അരവിന്ദനുമായിട്ടുള്ള ഇടപാടിൽ നഷ്ടം നമുക്ക് രണ്ടുപേർക്കും. എനിക്ക് കാശും പോയി, കുട്ടിക്ക് കെട്ടിയവനും പോയി ആണല്ലോ. അപ്പൊ നമ്മൾ നഷ്ടക്കാർ തമ്മിലൊരു ധാരണ. ചില കിട്ടാക്കടങ്ങൾ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാ തീർക്കുന്നത്.
കടത്തിൽപ്പെട്ട ഭർത്താക്കന്മാരോട് സ്നേഹമുള്ള ഭാര്യമാര് സഹകരിക്കാറുണ്ട്. വാങ്ങിയാ കൊടുക്കേണ്ടത് ലോക നിയമം ആണല്ലോ. അതിന് കയ്യിൽ കാശില്ലെങ്കിലും അല്ലേ? അപ്പൊ അവനവനെ കൊണ്ടാവുന്ന രീതിയിൽ അങ്ങ് കടം തീർക്കുക. എന്തേ? തൊടരുത്, തൊട്ടുപോകരുത്. അപ്പൊ കാര്യങ്ങൾ നേരെ ചൊവ്വ നടത്തിക്കൊണ്ടുപോകാൻ ഉദ്ദേശമില്ല അല്ലേ? വേണ്ട, കാശായിട്ട് കൊടുത്തത് കാശായിട്ട് തന്നെ വാങ്ങിച്ചോളാം. തരാൻ അവനെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ കൊടുക്കേണ്ടത് ഞാൻ കൊടുത്തോളാം. നേരെങ്ങും ഈ തറയിലവൻ. അവന്റെ തീട്ടവും മൂത്രവും നീ കോരും ഈ കൈകൊണ്ട്. ഒരുങ്ങിയിരുന്നോ നീയും അവനും. അമ്മയെ ഉണർത്തണ്ട, മോള് പോയി വാതിൽ തുറക്ക്. ഞാൻ വന്നില്ലേ? അരവിന്ദേട്ടൻ വന്നില്ലേ? വന്നില്ലേ? ഇനി നമുക്ക് സഹിക്കാനൊന്നും നിൽക്കണ്ട അരവിന്ദേട്ടാ. നമ്മൾ അനുഭവിച്ചതൊക്കെ മതി. നമ്മളെ ജീവിക്കാൻ സമ്മതിക്കില്ല. നമ്മളെ സമ്മതിക്കില്ല ജീവിക്കാൻ. നമുക്ക് മരിക്കാം അരവിന്ദേട്ടാ. നമുക്ക് മരിക്കാം. നമുക്ക് മരിക്കാം മോളെ സരസ്വതി, ഞാൻ പറയുന്നത് കേൾക്ക്. മോളെ നമുക്ക് മരിക്കാം അരവിന്ദേട്ടാ. നമുക്ക് മരിക്കാം അരവിന്ദേട്ടാ. അരവിന്ദേട്ടാ, നമുക്ക് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് മരിക്കാം അരവിന്ദേട്ടാ. നമുക്ക് ജീവിക്കണ്ട അരവിന്ദേട്ടാ. എനിക്ക് എന്താ അരവിന്ദേട്ടാ ഇങ്ങനെ കാണാൻ വയ്യ. എനിക്ക് ഇനി ഒരു പകല് കാണണ്ട. നമുക്ക് മരിക്കാം അരവിന്ദേട്ടാ. നമുക്ക് മരിക്കാം. സർവ്വദൈവങ്ങളെ സാക്ഷി നിർത്തി അന്ന് ഞാൻ നിന്റെ കഴുത്തിൽ കെട്ടി ഈ താലിച്ചരട് നിന്നെ കൊല്ലാനായിരുന്നില്ല, പോറ്റാനുള്ളതാ. എന്റെ ജീവനും ചോരും നൽകിയിട്ടാണെങ്കിലും പോറ്റും. അറിയോ നിനക്ക്, ഞാൻ ഒരാൾ മാത്രല്ല, നീ ഒരാളല്ല. ഇനിയും ഒരുപാട് ആൾക്കാർ ഇതും ഇതിലപ്പുറം സഹിക്കുന്നുണ്ട്. പിടിച്ചു നിൽക്കാൻ കഴിയാതാവുമ്പോ മരിച്ചു പോണുണ്ട്. നമ്മൾ ജീവിക്കും. ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഒരുപാട് കാലം ജീവിക്കും.